രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം എൻ്റെ പൊന്ന് രാധാറാണി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം 121ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാനിത് തുടങ്ങിയപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും എപ്പിസോഡ് അവതരിപ്പിക്കാനുള്ള വകകൾ എൻ്റെ പൊന്ന് രാധാറാണി അമ്മ എൻ്റെ കൈകളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമെന്ന്. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുക്കുക, സമയം കിട്ടുമ്പം തൊട്ട് ഒന്നേന്ന് കാണുക. ഇപ്പം നിങ്ങൾ 121 തൊട്ട് നിങ്ങൾ കണ്ടു തുടങ്ങുക. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ സഹായിക്കും. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ കാണുക. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. അതേ കണക്ക് എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്. ദയവ് ചെയ്ത് രാധയുടെ പ്രണയം കേൾക്കുന്നവർ അഷ്ടപതിയും കേട്ടിരിക്കണം. എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഏതാണ് നിങ്ങൾക്ക് ബോധോദയം കിട്ടാൻ, ആത്മജ്ഞാനം കിട്ടാൻ, ബ്രഹ്മജ്ഞാനം കിട്ടാൻ, മോക്ഷം കിട്ടാനായിട്ട് ധർമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കാണുക. അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. അതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 നിങ്ങൾക്ക് വിളിക്കാം. അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് അഷ്ടാവക്ര ഗീതയുണ്ട്. തീർച്ചയായും കണ്ടിരിക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് പ്ലേലിസ്റ്റിനകത്ത്. അതേ കണക്ക് തന്നെ ആരാണ് രാധ എന്ന പുതിയ ഒരെണ്ണം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 1ാമത്തെ ഭാഗം കഴിഞ്ഞു. ഷോർട്ട് വീഡിയോ ആണ്. ഒരു 5 മിനിറ്റ്, 4 മിനിറ്റ്, 3 മിനിറ്റ് ഒക്കെ നിൽക്കുന്ന ഷോർട്ട് വീഡിയോസാണ് ആരാണ് രാധ. അത് പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഭക്തമീരയുണ്ട്, നമ്മുടെ അമ്പലങ്ങളെ കുറിച്ചെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സൗകര്യം പോലെ പ്ലേലിസ്റ്റ് എടുത്ത് കാണുക. അപ്പോൾ നമുക്ക് രാധാറാണിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ രാധേ
രാധേ ഓം രാധേ രാധേ ഹേ രാധേ രാധേ ഓ 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 രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങളത് കാണണേ. അതേ കണക്ക് രാധാ സഹസ്രനാമം ഒരു പദം ഉച്ചരിച്ചാൽ പോലും, പിന്നെ രാധയെ പൂജിച്ചാൽ, ഇതൊക്കെ പ്രത്യേക വീഡിയോ ആണ്. രാധാ കവചൻ 2 ഉണ്ട്. ഇത് രണ്ടും ചൊല്ലിയാലേ പ്രയോജനം കിട്ടൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണപ്രിയ പാടി പ്രത്യേകമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ രാധേ രാധേ പ്രേക്ഷകരെ, നമ്മുടെ രാധേ രാധേ ചാനല് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഈ യൂട്യൂബിലിടുന്നതൊന്നും അവിടെ കിട്ടത്തില്ല. അല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നമുക്ക് പ്രയോജനപ്പെടുന്ന കൊച്ചു കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നതാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ RADHAE രാധേ, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ കോപ്പി ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ. അഷ്ടപതി 100ാമത്തെ എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അഷ്ടപതി കാണുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് അഷ്ടപതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഏറിയാൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ്. ആ 2 മിനിറ്റിനുള്ളിലാക്കി നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് ഓഡിയോ ആയിട്ട് അയച്ചു തന്നാൽ മതി. അങ്ങനെ അയച്ചു തന്നാൽ നമ്മൾ അഷ്ടപതിയിലും രാധയുടെ പ്രണയത്തിലും രണ്ടിലും നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിക്കുന്നു. അഷ്ടപതി കേൾക്കുന്നവർ ദയവ് ചെയ്ത് അഷ്ടപതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം 100ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ 2 മിനിറ്റിനകത്ത് അത്രയും നിൽക്കത്തക്കവണ്ണം നിങ്ങളെനിക്ക് അയച്ചു തരണം. അപ്പോൾ നമുക്ക് ഏതാരംഭിക്കാം? രാധയുടെ പ്രണയം ആരംഭിക്കാം. അപ്പോൾ രാധയുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് രാധാറാണിയെക്കുറിച്ചുള്ള കൊച്ചു രാധാകൃഷ്ണ ലീലകൾ പറയണമെന്ന്. ഒരു ദിവസം കൃഷ്ണൻ ഗോക്കളമേയ്ക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ ഗോക്കളമേയ്ക്കാൻ പോയപ്പോൾ രാധാറാണിക്ക് കൃഷ്ണനെ അങ്ങ് കണ്ടോളാൻ വയ്യ. എങ്ങനെയും കൃഷ്ണനെ കാണണം. പക്ഷേ കൃഷ്ണനെ തിരക്കി ചെല്ലാൻ ഒരു മടി, അഭിമാനം സമ്മതിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കൃഷ്ണനെ മോഹിപ്പിച്ച് കൃഷ്ണൻ തന്നെ തിരക്കി വരുന്ന രീതിയിലാക്കണം. അങ്ങനെ രാധാറാണി എന്ത് ചെയ്തു? പതുക്കെ തൻ്റെ കാലിലെ കൊലുസ് അഴിച്ചു മാറ്റി. അത് ശബ്ദമുണ്ടാക്കാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് കൃഷ്ണൻ ഗോക്കളെയൊക്കെ മേയ്ക്കുന്ന ആ എത്തിക്കഴിഞ്ഞിട്ട് രാധാറാണി എന്ത് ചെയ്തു? തൻ്റെ കാലിൽ ഈ ചിലങ്ക കെട്ടിയതിന് ശേഷം രാധാറാണി ആ ചിലങ്ക കാലുകൊണ്ട് കുലുക്കി. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ ചിലങ്കയുടെ ശബ്ദം എവിടെ നിന്നാലും ആര് തിരിച്ചറിയും? കൃഷ്ണന് തിരിച്ചറിയും. കൃഷ്ണൻ വിചാരിച്ചു, ഇത് രാധയുടെ ചിലങ്കയുടെ ശബ്ദമില്ലേ? രാധ ഇവിടെ. അപ്പോഴും ഗോക്കളെയൊക്കെ വിട്ടിട്ട് കൃഷ്ണൻ നാലുപാടും നോക്കി. അപ്പൊ രാധാറാണി കാല് വെച്ച് ശക്തമായി നിലത്തടിച്ച് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു നദിക്കരയിലേക്ക് ഓടിപ്പോയി. അപ്പോൾ കൃഷ്ണൻ ഈ ചിലങ്ക കേട്ട സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി. അപ്പൊ രാധാറാണി എന്ത് ചെയ്യും? ഓരോ മരത്തിൻ്റെയും മറവിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ കൃഷ്ണൻ നോക്കുമ്പോൾ അവിടെ എങ്ങും കാണില്ല. അപ്പൊ രാധാറാണി കാലെടുത്തിട്ട് ഒന്നും കൂടെ ജിൽ 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 എന്ന് കൊലുസ് കിലുക്കും. കൃഷ്ണൻ ഉടനെ അത് കേട്ട സ്ഥലത്തേക്ക് വരും. അപ്പൊ രാധാറാണി അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ കുറേ വട്ടം കറക്കിയതിന് ശേഷം രാധാറാണി അവിടെ നദിയുടെ തീരത്ത് ചെന്ന് വെള്ളത്തിൽ കാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. കൃഷ്ണൻ ഇങ്ങനെ ഓടി താന്ന്
എവിടെ നോക്കിയിട്ടും രാധാറാണിയെ കാണുന്നില്ല. അപ്പോൾ കാണാം രാധാറാണിയുടെ കൊലുസിന്റെ ശബ്ദം നദിയുടെ അടുക്കൽ കേട്ടു. കൃഷ്ണൻ ഓടി വന്നു. ഓടി വന്നപ്പോ കാണാം രാധാറാണി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് കൃഷ്ണൻ അണയ്ക്കുന്നു. കൃഷ്ണൻ ചോദിച്ചു, രാധേ രാധേ നീ എന്താ ഇവിടെ? അപ്പോൾ ഉടനെ രാധാറാണി തിരിഞ്ഞിട്ട് ഒന്നും അറിയാത്ത മട്ടി കൃഷ്ണനോട് ചോദിച്ചു, അല്ല നീ എന്താ ഇവിടെ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇതെന്തൊരു കാര്യം, ഞാൻ പശുക്കളെ മേയ്ക്കാൻ വന്നു. പശുക്കളെ മേയ്ക്കാൻ ഇവിടാണോ വരുന്നത്? ഈ നദിയുടെ അടുത്താണോ പശുക്കളെ മേയ്ക്കാൻ വരുന്നത്? നീ അവിടല്ലേ പശുക്കളെ മേയ്ക്കുന്നത്, ഇവിടെ എന്തിനു വന്ന്? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പശുക്കളെ മേയിച്ചുകൊണ്ട് നിന്നപ്പോൾ നിന്റെ ചിലങ്കയുടെ ശബ്ദം കേട്ടു. അപ്പൊ രാധാറാണി പറഞ്ഞു, അതിന് ആ ഭാഗത്തോട്ടൊന്നും ഞാൻ വന്നില്ലല്ലോ. രാധേ നീ വരാതെ എന്തായാലും ആ ശബ്ദം കേൾക്കത്തില്ല. കൃഷ്ണ നീ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നോണ്ടാണ്, ഞാൻ ആ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല. അല്ല നീ എന്തിനാണ് ഈ പശുക്കളെയും വിട്ടിട്ട് എന്റെ പുറവിനിങ്ങനെ നടക്കുന്നത്? അപ്പൊ കൃഷ്ണൻ വന്ന് പതുക്കെ രാധാറാണിയുടെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, രാധേ നിന്റെ ഒരു സ്പർശനമേൽക്കാൻ, നിന്റെ മുഖത്തെ പുഞ്ചിരി ഒന്ന് കാണാൻ എനിക്ക് എന്തൊരു കൊതിയാണെന്നറിയാമോ? അപ്പൊ രാധാറാണിക്ക് ഉള്ളിലൊരു സന്തോഷം വന്നു. എങ്കിലും മുഖം അല്പം കൂർപ്പിച്ചുകൊണ്ട്, നീ അങ്ങനെയൊക്കെ പറയും, നിനക്ക് ഇങ്ങനെ നല്ല വാക്കുകൾ പറഞ്ഞ് സ്ത്രീകളെ സുഖിപ്പിക്കാൻ നിനക്ക് വലിയ ഇഷ്ടമാണ്. അല്ല രാധേ, സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രാധാറാണി ചോദിച്ചു, നിനക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ കൃഷ്ണ? അപ്പോൾ പറഞ്ഞു, അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പൊ രാധാറാണി അവിടുന്ന് അല്പം മാറി നിൽക്കുന്ന ഒരു മാമ്പഴം കാണ്ടിയിട്ട് പറഞ്ഞു, നോക്കേ ആ ഉച്ചത്തിൽ നിൽക്കുന്നത് കണ്ടോ, അത് ഏതാണെന്നറിയാമോ? നല്ല തേനൂറുന്ന മാമ്പഴമാണ്. അതെനിക്ക് കൊണ്ടുതരുമോ നീ? കൃഷ്ണൻ പറഞ്ഞു, പിന്നെ നിനക്ക് ഞാൻ കൊണ്ടുതരുമല്ലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അങ്ങോട്ടെടുത്ത് അവിടെ അതിൻ്റെ ചവിട്ടി ചെന്ന് കൃഷ്ണൻ ഒന്ന് ചുറ്റും നോക്കിയപ്പോൾ കാണാം ഭയങ്കര എറുമ്പ്. കൃഷ്ണൻ അല്പം മാറി നിന്നിട്ട് തൻ്റെ കവണയെടുത്തു. കവണ അങ്ങോട്ട് എടുത്തിട്ട് കല്ലെടുത്ത് അങ്ങോട്ട് പുന്നം പിടിച്ചു. അപ്പൊ രാധാറാണി പറഞ്ഞു, നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇതിൽ കയറി ഇതെടുത്തുകൊണ്ട് വരിക. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ രാധേ ഇത് നിറയെ ഉറുമ്പാണ്. ആയിക്കോട്ടെ, നിറയെ ഉറുമ്പായിക്കോട്ടെ, നീ കയറി എനിക്ക് എടുത്തുകൊണ്ട് താ. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, രാധേ ഉറുമ്പ് കടിച്ച് ഞാൻ ഒരു പരുവാകും. അപ്പൊ പറഞ്ഞു, അപ്പൊ പിന്നെ നിനക്ക് സ്നേഹമില്ല, എനിക്ക് വേണ്ടി നിനക്ക് അല്പം ഉറുമ്പ് കടി കൊള്ളാൻ വയ്യെങ്കിൽ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പോകും എന്ന് പറഞ്ഞ് കൃഷ്ണൻ ചെന്ന് ആ എറുമ്പുള്ള മരത്തിൽ കയറാൻ പോയതും രാധാറാണി ഓടിച്ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട കൃഷ്ണ വേണ്ട. അപ്പൊ പിന്നെ കൃഷ്ണൻ നമ്പരായി, ഇല്ലില്ല നീ പറഞ്ഞാൽ ഞാൻ കയറിയിരിക്കും. അപ്പൊ പറഞ്ഞു, അത് വേണ്ട, നീ എനിക്ക് കല്ല് വെച്ച് എറിഞ്ഞിട്ടതാ മാമ്പഴം, നിന്റെ ഉന്നം ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ കവണ മാറ്റിവെച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തിട്ട് കൃഷ്ണൻ ആ മാമ്പഴം ലക്ഷ്യമാക്കി എറിഞ്ഞു. കൃത്യമായിട്ട് ആ മാമ്പഴം വന്ന് താഴെ വീണു. രാധാറാണി അതെടുത്തു ജലത്തിൽ കൊണ്ടുപോയി കഴുകിയിട്ട് കഴിക്കാൻ പോയപ്പോൾ പറഞ്ഞു, രാധേ നീ അത് അല്പം കഴിച്ചിട്ട് എനിക്കും കൂടെ തരണം കേട്ടോ. അപ്പോൾ രാധാറാണി പറഞ്ഞു, അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ എൻ്റെ കാലെടുത്ത് നിന്റെ മടിയിൽ വെച്ച് എനിക്ക് ചരണച്ചെഞ്ചാറ് പുരട്ടിത്തരണം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ ചെയ്യാമല്ലോ. കൃഷ്ണൻ അവിടെ പോയിരുന്നു. രാധാറാണി കാലെടുത്ത് നീട്ടി കൃഷ്ണന്റെ മടിയിൽ വെച്ചു. കൃഷ്ണൻ വളരെ സൂക്ഷ്മതയോടുകൂടി ആ കാലില് ചെഞ്ചാറ് പുരട്ടാൻ തുടങ്ങി. അപ്പോൾ രാധാറാണി ആകട്ടെ അതങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരുന്ന മാമ്പഴം കഴിക്കുകയാണ്. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഒന്ന് ചിന്തിച്ചു നോക്കേ. രാധാറാണി ഒരു രാജ്ഞിയെ പോലെ ഇങ്ങനെ നിലത്ത് ഒരു കൈ ഇടത് കൈ നിലത്തൂങ്ങി വലത് കൈ കൊണ്ട് മാമ്പഴമൊക്കെ ഇങ്ങനെ ഊറിയെടുക്കുന്നു. കാലെടുത്ത് കൃഷ്ണന്റെ മടിയിൽ ഇന്നാന്നും പറഞ്ഞ് വെച്ചു കൊടുക്കുന്നു. കൃഷ്ണനാകട്ടെ വളരെ ശ്രദ്ധയോടുകൂടി അതിനകത്ത് ചെഞ്ചാറ് പുരട്ടുന്ന രംഗമൊന്ന് മനസ്സിൽ കണ്ടു നോക്കേ. എന്നിട്ട് കൃഷ്ണൻ ഇതിന്റെ ഇടയിൽ അല്പം കുസൃതി കാണിക്കും. കൃഷ്ണൻ വിരലുകൊണ്ട്
രാധാറാണിയുടെ പാദത്തില് ചെറുതായിട്ടൊന്ന് കിളിയിടും. അപ്പൊ പെട്ടെന്ന് രാധാറാണി കാലി വലിച്ചിട്ട് പറയും, കൃഷ്ണ നീ മര്യാദയ്ക്ക് ഇരുന്ന് ചെയ്യണം കേട്ടോ, നിനക്കൊരു അട്ടിയുടെ കുറവുണ്ട്, ഇനി നീ ഇങ്ങനെ ചെയ്താലേ നിനക്ക് നല്ല അട്ടി കിട്ടും. 14 ലോകങ്ങളും 2 കൈകളിലും ഇട്ട് അമ്മാനമാടുന്ന ലോക ജനത മുഴുവനും നാരായണ നാരായണ ജപിച്ച് നടക്കുന്ന നാരായണനോട് രാധാറാണി പറയുകയാണ് അടി കിട്ടുമെന്ന്. ഇത് കേട്ട് മുകളിലിരുന്ന് സാക്ഷാൽ നാരദ മഹർഷി തന്നെ പറഞ്ഞു കാണും, നാരായണ നാരായണ. അതാണ് ഭഗവാന്റെ മുഖത്ത് നോക്കി മര്യാദക്കിനി നിനക്കടി കിട്ടുമെന്ന് പറയാൻ അത്രയും സ്വാതന്ത്ര്യമുള്ള ആരുണ്ട് ഈ പ്രപഞ്ചത്തിൽ? ആരുണ്ട് ഈ പ്രപഞ്ചത്തിൽ? രുക്മിണി ദേവിക്ക് പറ്റുമോ? കൃഷ്ണനോട് നിനക്ക് അടി തരുമെന്ന് പറയാൻ പറ്റുമോ? സത്യഭാമയ്ക്ക് പറ്റുമോ? ആർക്ക് പറ്റും? ആർക്ക് പറ്റും? പറ. ഒരുത്തർക്കും പറ്റത്തില്ല. ദേവകി അമ്മയ്ക്ക് പോലും അതിനുള്ള രീതിയില്ല. സ്വന്തം അമ്മയാണ്. പിന്നെ യശോദാമ്മ പറയും, അതില്ലാതെ ദേവകി അമ്മയ്ക്ക് പോലും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമാണ് അതിനുള്ള അധികാരം. കൃഷ്ണ നിനക്കടി കിട്ടും. മറ്റൊന്ന് വളർത്തമ്മയായ യശോദ, അത് യശോദ അമ്മ. അല്ലാതെ സ്ത്രീകളുടെ കൂട്ടത്തിൽ രാധാറാണിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ കൃഷ്ണൻ നല്ല അനുസരണയുള്ള മര്യാദ കുട്ടപ്പൻ, നല്ല പയ്യനായിട്ടിരുന്ന് വീണ്ടും രാധാറാണിയുടെ കാലിൽ ചായം കൊണ്ടിങ്ങനെ ചായം പുരട്ടി അതിനെ അതിമനോഹരമാക്കും. അപ്പോഴാ കൃഷ്ണൻ കണ്ടത് മാമ്പഴം തീരാറായി. കൃഷ്ണൻ പറഞ്ഞു, രാധേ മാമ്പഴം തീരാറായി, നീ മൊത്തം തിന്നു തീർക്കുന്ന. അപ്പൊ രാധാറാണി പറഞ്ഞു, അതെ ഞാൻ തിന്നതിന്റെ ബാക്കി നീ തിന്നണ്ട കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ ചിണുങ്ങി കൊച്ചു പിള്ളേരെ പോലെ, രാധേ എനിക്കത് വേണം, ഞാനും നീയും തമ്മിൽ എന്താ വ്യത്യാസം, അതുകൊണ്ട് എനിക്ക് വേണം രാധേ എന്ന് പറഞ്ഞു. അപ്പോൾ രാധാറാണി പറഞ്ഞു, ശരി ശരി തരാം തരാം എന്നാ എന്ന് പറഞ്ഞ് കൈ നീട്ടിയതും കൃഷ്ണനിലെ മാമ്പഴം തിന്നാനുള്ള വെപ്രാളത്തിൽ രാധാറാണിയുടെ കാലെടുത്ത് 10 ഇട്ട് കൊടുത്തു. രാധാറാണിക്ക് ചെറിയതായിട്ടേ വേദനിച്ചുള്ളൂ. പക്ഷെ രാധാറാണി അഭിനയിച്ചു, കൃഷ്ണ എൻ്റെ കാല്, എന്തു കൃഷ്ണ നീ ഇത് എന്ത് നോക്കിക്കൊണ്ട് ചെയ്യുന്നു? കൃഷ്ണൻ ഓടിച്ചെന്ന് കാലെടുത്ത് വെച്ചിട്ട്, പോട്ടുരാതെ പോട്ടുരാതെ, ഞാൻ ഓർത്തില്ല, നീ കോപിക്കല്ലേ, തടവാൻ തുടങ്ങി. അപ്പൊ രാധാറാണി അത് നല്ല ആസ്വദിച്ചു. രാധാറാണിക്ക് ഭയങ്കര സന്തോഷമായി. രാധാറാണി വിചാരിച്ചപ്പോൾ നല്ലപോലെ തടവട്ട്. അപ്പൊ രാധാറാണി പറഞ്ഞു, അവിടെ വേദനിക്കുന്നു കൃഷ്ണ, ഇവിടെ ഇവിടെ കാലിന്റെ മടമ്പിൽ. ഉടനെ കൃഷ്ണൻ കാലിന്റെ മടമ്പ് നല്ലപോലെ തടവും. അപ്പൊ പറയൂ, ഇപ്പുറത്തെ സൈഡ് അവിടെ വേദനിക്കുന്നു. പാവം കൃഷ്ണൻ അവിടെ കൃഷ്ണനെ കൊണ്ട് ആ കാല് മൊത്തം തടവിച്ചു. അപ്പൊ രാധാറാണി പറഞ്ഞു, ഇപ്പൊ ഒരാശ്വാസമായി, ഇന്ന നീ മാങ്ങ തിന്നുട്ടോ. ഉടനെ കൃഷ്ണൻ മാങ്ങ എടുത്തിട്ട് പറഞ്ഞു, അതെടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, രാധേ നീ കഴിച്ചിട്ട് തരുന്നതെന്തും പ്രസാദമാണ്. രാധേ നിന്റെ ഉമിനീര് പറ്റിയ ഏത് ഭക്ഷണം കഴിച്ചാലും ഞാൻ അതോടെ അജയ്യനായി മാറും രാധേ. നോക്കൂ രാധേ, നീ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാനാണ് എന്നും എനിക്കിഷ്ടം. ജീവിത അവസാനം വരെയും അങ്ങനെ ആയിരിക്കണം. നീ എന്ത് കഴിച്ചിട്ട് തന്നാലും അതെനിക്ക് പ്രസാദമാണ്, അതെന്നെ അജയ്യനാക്കി മാറ്റും രാധേ. അപ്പൊ രാധ പറഞ്ഞു, ആണോ കൃഷ്ണ? അപ്പോൾ എൻ്റെ കൃഷ്ണനെ ആർക്കും തൊടാൻ പറ്റില്ലല്ലോ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഇല്ല രാധേ, എന്നെ ആർക്കും തൊടാൻ പറ്റില്ല. കാരണം നീ കഴിച്ചതിൻ്റെ ബാക്കി ഈ കൃഷ്ണൻ കഴിക്കും. നീയാണ് എൻ്റെ ശക്തി രാധേ, നീയാണ് എൻ്റെ ഗ്ലാദിനി ശക്തി. എന്നിട്ട് കൃഷ്ണൻ ഇരുന്ന് ഈ മാമ്പഴം ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ രാധാറാണിക്ക് വല്ലാത്ത സ്നേഹം തോന്നി. അപ്പൊ രാധാറാണി എന്ത് ചെയ്തു? പതുക്കെ കൃഷ്ണനോട് ചേർന്നിരുന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ നിനക്കെന്നെ അത്രമേലിഷ്ടമാണോ? കൃഷ്ണൻ പറഞ്ഞു, അതേ രാധേ, എനിക്ക് നിന്നെ അത്രമേലിഷ്ടമാണ്. അപ്പോൾ കൃഷ്ണനോട് ചോദിച്ചു, ഞാൻ നിന്റെ ഈ നെഞ്ചിലുണ്ടോ കൃഷ്ണ? അപ്പോൾ പറഞ്ഞു, നെഞ്ചിലോ രാധേ, എൻ്റെ ശരീരം മുഴുവൻ നീയാണ്.
എൻ്റെ ശരീരത്തിൻ്റെ എവിടെ വേണമെങ്കിലും നീ ചെവി വെച്ചുകൊള്ളൂ രാധേ. നിനക്ക് നിന്റെ ഹൃദയസ്പന്ദനം കേൾക്കാം, നിന്റെ നിശ്വാസങ്ങൾ കേൾക്കാം. അപ്പൊ രാധാറാണി പറഞ്ഞു, അതേയോ കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അതേ രാധേ, നീ ആദ്യം എൻ്റെ നെറ്റിയിൽ ചെവി വെച്ച് നോക്കൂ. അപ്പൊ രാധാറാണി ഒന്ന് നോക്കി, കൃഷ്ണ നീ വേല ഇറക്കുകയാണോ? ഇല്ല രാധേ. രാധാറാണി കൃഷ്ണന്റെ നെറ്റിയിൽ ചെവി ചേർത്തു. രാധാറാണി കൃഷ്ണന്റെ പീലി തിരുമുടിയിൽ തലോടിയിട്ട് പറഞ്ഞു, കൃഷ്ണ എന്തത്ഭുതം, ഞാൻ എൻ്റെ ഹൃദയസ്പന്ദനം കേൾക്കുന്നു. രാധേ, നീ നിന്റെ ചെവി എൻ്റെ കണ്ണുകളിൽ വെക്കൂ രാധേ. അപ്പൊ രാധ കണ്ണുകളിൽ ചെവി ചേർത്തു. രാധാറാണി പറഞ്ഞു, കൃഷ്ണ എൻ്റെ ഹൃദയസ്പന്ദനം നിന്റെ കണ്ണുകളിൽ എങ്ങനെ വന്നു? എന്നിട്ട് രാധാറാണി കവിളിൽ ചേർത്തു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ നിന്റെ കവിളുകളിൽ എൻ്റെ ഹൃദയസ്പന്ദനം. കൃഷ്ണ നിന്റെ കൈയെടുത്തേ കൃഷ്ണന്റെ വലത് കൈയിൽ ഇങ്ങനെ ചെവി ചേർത്തു. അങ്ങനെ കൃഷ്ണന്റെ ഓരോ ശരീരഭാഗങ്ങളിലും ചെവി ചേർത്തിട്ട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ നിന്റെ ഓരോ ശരീരഭാഗങ്ങളിലും എൻ്റെ ഹൃദയസ്പന്ദനം. കൃഷ്ണൻ പറഞ്ഞു, രാധേ രാധേ, എനിക്ക് ഹൃദയമില്ല, എൻ്റെ ഹൃദയം തുടിക്കുന്നത് നിന്റെ ഹൃദയസ്പന്ദനത്തിലാണ്. എനിക്കായിട്ടൊരു ഹൃദയമില്ല രാധേ, നമുക്കായിട്ട് മാത്രമേ ഹൃദയമുള്ളൂ. നിന്റെ ഹൃദയം നിലയ്ക്കുമ്പോൾ ഞാനും നിലയ്ക്കും രാധേ. നീയാണ് എൻ്റെ സർവസ്വവും, നീയാണ് എൻ്റെ ആയുസ് പോലും നിശ്ചയിക്കുന്നത്. രാധാറാണിക്ക് വല്ലാത്ത സ്നേഹം വന്നു. രാധാറാണി പറഞ്ഞു, കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, രാധേ. അപ്പോൾ പറഞ്ഞു, എൻ്റെ കണ്ണ. കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ രാധേ. രാധാറാണി കൃഷ്ണന്റെ മുഖം രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുത്തു. കൃഷ്ണന്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. കൃഷ്ണനും രാധാറാണിയുടെ മുഖം കോരിയെടുത്തു. കൃഷ്ണൻ രാധാറാണിയുടെ നെറ്റിയിൽ ചുംബിച്ചു. രാധേ, നമ്മളൊന്നാണ് രാധേ, നമ്മളൊന്നാണ് രാധേ. എന്നും എന്നും രാധാകൃഷ്ണന്മാർ ഒന്നായിരിക്കും രാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, എൻ്റെ കണ്ണനുണ്ണി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ രാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, കണ്ണൻ്റെ മാത്രം രാധ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, രാധയുടെ മാത്രം കണ്ണൻ. അപ്പോൾ രാധാറാണി കൃഷ്ണന്റെ ചെവിയിൽ ചെന്ന് മന്ത്രിച്ചു, എൻ്റെ കറുമ്പാ. കൃഷ്ണൻ രാധാറാണിയുടെ ചെവിയിൽ പറഞ്ഞു, എൻ്റെ വെളുമ്പി. കൃഷ്ണനും രാധാറാണിയും പരസ്പരം ആലിംഗനബദ്ധരായി. അതെ, ആ നിർവൃതിയിൽ അങ്ങനെ ലയിച്ച് ലയിച്ച് ലയിച്ചു നിന്നു. അപ്പോൾ പതുക്കെ രാധാറാണി കണ്ണു തുറന്നു. കണ്ണു തുറന്നിട്ട് പറഞ്ഞു, കൃഷ്ണ നിന്റെ ഗോക്കൾ ഈ രംഗം കണ്ട് ആനന്ദാശ്രു പൊഴിക്കുന്നു. കൃഷ്ണൻ നോക്കിയപ്പോൾ സകല പശുക്കളും അവിടെയുണ്ട്. അവരുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിയുന്നു. കൃഷ്ണനും രാധയും ഒന്നിച്ചു ചെന്ന് ആ പശുക്കളെ തലോടി. അതെ, ഇന്ന് ഞാൻ പറഞ്ഞ കൃഷ്ണന്റെയും രാധയുടെയും കഥ ഇതാണ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. കഴിഞ്ഞ വട്ടം നമ്മൾ എവിടെയാണ് നിർത്തിയതെന്ന് ഓർമ്മയുണ്ടല്ലോ? അതെ, രാധേ ദ്രൗപദി പറഞ്ഞു, ശിഖണ്ഡി, ഒന്നുകിൽ കൃഷ്ണൻ അല്ലെങ്കിൽ നമ്മുടെ പിതാശ്രീ, രണ്ടിലൊരാളെ മാത്രം നിനക്ക് തിരഞ്ഞെടുക്കാം. ആരെ വേണം നിനക്ക്? ആരെയാണ് നിനക്ക് വേണ്ടത്? ശിഖണ്ഡി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. സ്തംഭിച്ചു നിന്നപ്പോൾ ദ്രൗപദി പറഞ്ഞു, ഇത് അന്തിമ തീരുമാനമാണ്. നിനക്ക് കൃഷ്ണനെ വേണോ അതോ പിതാശ്രീയെ വേണോ? നിനക്ക് കൃഷ്ണനെ വേണമെങ്കിൽ എന്നേക്കുമായി പിതാശ്രീയെ നഷ്ടപ്പെടുത്തണം. പിതാശ്രീയെ വേണമെങ്കിൽ എന്നേക്കുമായി നീ കൃഷ്ണനെ നഷ്ടപ്പെടുത്തണം. അപ്പോൾ ശിഖണ്ഡി ദ്രൗപദിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ശിഖണ്ഡി ഒന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ദ്രൗപദി, നിനക്ക് തെറ്റുപറ്റിപ്പോയി.
നിന്റെ ചോദ്യം തന്നെ തെറ്റാണ് ദ്രൗപദി. അപ്പൊ ദ്രൗപദി അമ്പരന്ന് പോയി. എന്ത്, എന്റെ ചോദ്യം തന്നെ തെറ്റാണെന്നോ? അതേ ദ്രൗപദി, നിന്റെ ചോദ്യം തന്നെ തെറ്റാണ്. നീ എന്നോട് ചോദിച്ചത് നിനക്ക് കൃഷ്ണനെ വേണോ അതോ നിനക്ക് പിതാശ്രീയെ വേണോ എന്ന്. ദ്രൗപദി, എനിക്ക് കൃഷ്ണനെയും വേണ്ട, എനിക്ക് പിതാശ്രീയെയും വേണ്ട. ദ്രൗപദി സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്ത് പറയണമെന്നറിയില്ല. ദ്രൗപദി ശിഖണ്ഡിയുടെ മുഖത്തേക്ക് നോക്കി. നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ശിഖണ്ഡി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടത് കൃഷ്ണനല്ല, എനിക്ക് വേണ്ടത് പിതാശ്രീ അല്ല, എനിക്ക് വേണ്ടത് എനിക്ക് പുതിയ ഒരു ജന്മം നൽകിയ, എന്നെ പുരുഷനാക്കാൻ സഹായിച്ച, അനുഗ്രഹിച്ച രാധ. എനിക്ക് വേണ്ടത് രാധയാണ്. ദ്രൗപദി, രാധയെ കിട്ടിയാൽ കൃഷ്ണനെ കിട്ടി, കൃഷ്ണനെ കിട്ടിയാൽ പിതാശ്രീയും കിട്ടി. ആരും നഷ്ടപ്പെടില്ല ദ്രൗപദി, ആരും നഷ്ടപ്പെടില്ല. ഞാൻ കൃഷ്ണനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ പിതാശ്രീ പോകും, പിതാശ്രീയാണെങ്കിൽ കൃഷ്ണൻ നഷ്ടപ്പെടും. പക്ഷേ രാധയെ പിടിച്ചാൽ, സർവശക്തി സ്വരൂപിണിയായ രാധയെ പിടിച്ചാൽ കൃഷ്ണനെ കിട്ടും. കൃഷ്ണനെ കിട്ടിയാൽ പിതാശ്രീയും കിട്ടും. നോക്കൂ ദ്രൗപദി, നീ മനസ്സിലാക്കുക. നിനക്കൊരു വിചാരമുണ്ട്, നീ അത്യധികം സുന്ദരിയാണെന്ന്. അത് നീ രാധയെ കാണാത്തത് കൊണ്ടാണ് ദ്രൗപദി. രാധയെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും നീ ഒന്നുമല്ല എന്ന് മനസ്സിലാകും. രാധയുടെ മുന്നിൽ നിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് എന്താ ഞാൻ പറയേണ്ടത്, അതൊന്നുമല്ല ദ്രൗപദി. നീ രാധയുടെ മുന്നിൽ ഒന്നുമല്ല. അത്രയ്ക്ക് സൗന്ദര്യവതിയാണ് രാധ. അതുകൊണ്ടാണ് ദ്രൗപദി നീ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ കൃഷ്ണൻ അത് വേണ്ട എന്ന് വെച്ചത്. കാരണം രാധയെ കണ്ട കൃഷ്ണന് ദ്രൗപദി പിന്നെ എന്താണ്? ദ്രൗപദി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ, അത്രയ്ക്ക് വലിയ സുന്ദരിയാണെങ്കിൽ എന്തുകൊണ്ട് രാധയെ കൃഷ്ണൻ സ്വന്തമാക്കിയില്ല? അപ്പോൾ ശിഖണ്ഡി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതിന്റെ ഉത്തരം പറയാൻ കഴിവുള്ള ഒരേ ഒരാള് എന്ന് പറഞ്ഞതും അതാ വരുന്നു ഒരു ചിറകടി വച്ച, ഒരു പ്രാവിന്റെ ചിറകടി വച്ച ഇങ്ങനെ വരുന്നു. ആ പ്രാവ് വന്നിരുന്നു, അതിന്റെ കാലിൽ ഒരു സന്ദേശം. അപ്പ ശിഖണ്ഡി പറഞ്ഞു, ദ്രൗപദി, ഇത് നിനക്കുള്ളതാണ്, ഈ സന്ദേശം നിനക്ക് വേണ്ടിയുള്ളതാണ്. ദ്രൗപദി പറഞ്ഞു, എനിക്ക് വേണ്ടിയോ? അതെ. ദ്രൗപദി ആ സന്ദേശം എടുത്തു നോക്കി. ദ്രൗപദിയുടെ മുഖം ചുവന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ദ്രൗപദി, കൃഷ്ണൻ എന്നെ സ്വന്തമാക്കിയില്ല എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ദ്രൗപദി, നീ ഇന്നും ശരീരം കൊണ്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. എന്നാൽ അതിനും അപ്പുറമാണ് ഞാനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം. കൃഷ്ണൻ എന്നെ എപ്പോഴേ സ്വന്തമാക്കി കഴിഞ്ഞു, ശരീരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട്. ദ്രൗപദി, നീ കൃഷ്ണന്റെ നെഞ്ചു തുറന്നു നോക്കൂ. അവിടെ ഈ രാധയല്ലാതെ മറ്റാരും കാണുകയില്ല. കൃഷ്ണന്റെ വായിൽ നിനക്ക് 14 ലോകങ്ങളും കാണാം. പക്ഷേ കൃഷ്ണന്റെ നെഞ്ചിൽ നിനക്ക് രാധയെ മാത്രമേ കാണാൻ കഴിയൂ. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു, അനുജത്തി, കൃഷ്ണൻ നിന്റെ ബന്ധുവാണ്. നീ കൃഷ്ണനെ അനാവശ്യമായി സംശയിക്കുകയാണ്. നീ പറഞ്ഞല്ലോ സ്വന്തമാക്കാത്തത് എന്തെന്ന്. നോക്കൂ ദ്രൗപദി, സഹായിക്കാൻ സ്വന്തമാക്കണമെന്നില്ല. നീ സ്വന്തമാക്കുന്ന ആള് നിസ്സഹായനായി നിൽക്കുന്ന അവസരത്തിൽ നീ സ്വന്തമാക്കാത്ത കൃഷ്ണനായിരിക്കും നിന്നെ സഹായിക്കാൻ വരുന്നത് ഭാവിയിൽ എന്ന് രാധ. ദ്രൗപദിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ദ്രൗപദി പറഞ്ഞു, ഇതെന്താണ്? ഞാൻ നാക്കെടുത്ത് പറഞ്ഞു തീർന്നതേ ഉള്ളൂ.
ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യം ബെർസാനയിലിരിക്കുന്ന രാധ എങ്ങനെ അറിയാൻ? ഇനി അറിഞ്ഞെന്നിരിക്കട്ടെ, ബെർസാനയിൽ നിന്നൊരു പ്രാവ് പറന്ന് ഇവിടെ വരുന്നതിന് ദിവസങ്ങൾ എടുക്കും. ഇതെന്താണ് സംഭവിച്ചത്? അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, നിനക്ക് മനസ്സിലാവില്ല രാധേ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആണും പെണ്ണും അല്ലാതിരുന്ന എന്നെ പുരുഷനാക്കാൻ രാധയ്ക്ക് കഴിയുമെങ്കിൽ രാധ സർവശക്തി സ്വരൂപിണിയാണ്, കൃഷ്ണന്റെ ക്ലാദിനി ശക്തിയാണ്. ദ്രൗപദി, കൃഷ്ണനെ കിട്ടാൻ നീ രാധയെ ഭജിക്കൂ, അതാണ് ഉത്തമ മാർഗം. എന്തായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. എനിക്ക് അധിക്ഷേപം ഉണ്ടായാൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കണ്ട എന്ന് എന്നോട് രാധ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ശിഖണ്ഡി തിരിച്ചു നടന്ന് ശിഖണ്ഡി തന്റെ രഥത്തിലേക്ക് കയറി. ആ രഥം അതിവേഗം ഓടിപ്പോകുന്നതിന്റെ ഒച്ച കേട്ടു. അതെ, ശിഖണ്ഡി അകന്നകന്നു പോവുകയാണ്. തന്നെ തേടിയെത്തിയ ശിഖണ്ഡി തിരിച്ചു പോവുകയാണ്. ദ്രൗപദിക്ക് സങ്കടമായി, ദ്രൗപദിക്ക് വല്ലാത്ത സങ്കടമായി. ദ്രൗപദി ഓടിച്ചെന്ന് കട്ടിലിൽ വീണ് തേങ്ങിക്കരഞ്ഞു. ശിഖണ്ഡി, അവൻ വന്നതാണ്, അവനെ ഞാൻ സ്വീകരിക്കേണ്ടതായിരുന്നു, അവനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടരുതായിരുന്നു. ദ്രൗപദി ഏങ്ങി കരയാൻ തുടങ്ങി. കരഞ്ഞ് ദ്രൗപദി തളർന്നു. അപ്പോൾ ദ്രൗപദിയുടെ കാതിൽ ആരോ പറയുന്നത് പോലെ, കരയരുത്, കൃഷ്ണൻ വരാൻ സമയമായി. ആരാണിത്? ഇതാരാണ്? ഇതാ രാധ തന്നെയാണോ? ദ്രൗപദി ഒന്ന് പിടഞ്ഞു. ആ സമയത്ത് അതാ എന്തു ചെയ്യുന്നു? 4 കുതിരകളെ പൂട്ടിയ രഥത്തിന്റെ ശബ്ദം. 4 കുതിരകളെ പൂട്ടിയ രഥത്തിന്റെ ശബ്ദം. അതെ, ഇത് അത്യപൂർവമാണല്ലോ. ഇങ്ങനെ 4 കുതിരകളെ പൂട്ടിയ രഥം ഓടിക്കുന്ന രാജാക്കന്മാര് വിരളമാണ്. കാരണം അസാമാന്യമായ മെയ്വഴക്കമുള്ളവർക്കേ പറ്റൂ. അപ്പോൾ ഇത് ആരാണിത്? ആ സമയത്ത് ദ്രൗപദി കേൾക്കുകയാണ്. പുറത്ത് നിന്നുകൊണ്ട് പറയുന്നു, വസുദേവ കൃഷ്ണൻ വിജയിക്കട്ടെ, വസുദേവ കൃഷ്ണൻ വിജയിക്കട്ടെ. അപ്പോൾ ദ്രൗപദിക്ക് മനസ്സിലായി വന്നത് കൃഷ്ണനാണ്. പക്ഷേ ദ്രൗപദിയുടെ ഉള്ളിൽ രോഷം തിളച്ചു. ഞാൻ കൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതോടുകൂടി യാദവരും പാഞ്ചാലരും ഒന്നാകും, ദ്രോണനെ മുട്ടുകുത്തിക്കാൻ പറ്റും. പക്ഷേ സൂത്രശാലിയാണ് കൃഷ്ണൻ. സൂത്രശാലിയായ കൃഷ്ണൻ എന്നെ പറ്റിച്ചു. എൻ്റെ സഹോദരനെ പോലും അടിമയാക്കി. അവനെ ദ്രോണരുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്തു. എന്നിട്ട് എല്ലാവരും പറയുന്നു ദൈവമാണ്, കൃഷ്ണൻ ദൈവമാണെന്ന് പറയുന്നു. ആ സമയത്താണ് സത്രാജിത്ത് കയറി വന്നത്. സത്രജിത്ത് വന്നിട്ട് പറഞ്ഞു, ദ്രൗപദി, കൃഷ്ണൻ വന്നു, പിതാവിന് സുഖമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ തന്നെ പോയി കൃഷ്ണനെ കാണാൻ പറഞ്ഞു. അത് കേട്ടതും ദ്രൗപദിയുടെ രക്തം തിളച്ചു. എനിക്ക് കൃഷ്ണനെ സ്വീകരിക്കാൻ സൗകര്യമില്ല എന്ന് പറയാനാണ് ദ്രൗപദിക്ക് തോന്നിയത്. ആ സമയത്ത് ഉത്ബോധനൻ എന്ന മന്ത്രി വന്നു. ആ മന്ത്രി വന്നിട്ട് പറഞ്ഞു, മകളെ, കൃഷ്ണനെ സ്വീകരിക്കാൻ വരൂ. പക്ഷേ ദ്രൗപദി വല്ലാതെ അസ്വസ്ഥയായിരുന്നു. കൃഷ്ണനെ സ്വീകരിക്കാൻ അല്പം പോലും താല്പര്യം തോന്നിയില്ല. ആ സമയത്ത് അതാ ഒരു പുഞ്ചിരി, ആരെയും മയക്കുന്ന പുഞ്ചിരിയോടുകൂടി പീതാംബരധാരി, മയിൽപ്പീലി ചൂടി അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എന്താ ദ്രൗപദി, എന്നെ സ്വീകരിക്കാൻ വരാൻ നിനക്കൊരു വല്ലാത്ത വിഷമം പോലെ? ദ്രൗപദി ഒന്ന് ഞെട്ടി. ഈ കേശവൻ, ഇവന് മനസ്സ് വായിക്കാനുള്ള കഴിവുകളുണ്ടോ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അച്ഛന് സുഖമില്ല. അപ്പോൾ പറഞ്ഞു, എന്താണ് അച്ഛൻ എന്തു പറ്റി? അറിയില്ല, അച്ഛന് നല്ല സുഖമില്ല. എന്നോട് പറഞ്ഞു അങ്ങയെ സ്വീകരിക്കാൻ വരാൻ. ദ്രൗപദി, നീ സ്വയംവരം നേരിടാൻ തയ്യാറായോ? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, സ്വയംവരം സ്വയം നിശ്ചയിച്ചു. അതിനുവേണ്ടി ഒരു പരീക്ഷണവും ഏർപ്പെടുത്തി. ഞങ്ങളെ കുരുക്കിലാക്കി വെച്ചിട്ടല്ലേ
സൂത്രശാലിയായ വാസുദേവ ശ്രീകൃഷ്ണ നീ പോയത്. അപ്പോൾ ചോദിച്ചു, സ്വയംവരത്തിൽ എന്താ തെറ്റ്? സ്വയംവരം നിശ്ചയിച്ചതിൽ എന്താ തെറ്റ്? അപ്പൊ ദ്രൗപദി പറഞ്ഞു, എല്ലാം തെറ്റാണ്. ഈ സ്വയംവരം അത് ദുര്യോധനൻ വന്ന പരീക്ഷണത്തിൽ ജയിച്ചാൽ, അശ്വത്ഥാമാവ് വന്ന പരീക്ഷണത്തിൽ ജയിച്ചാൽ ഞാൻ ദ്രോണർക്ക് അടിമയാകണ്ടേ? ജരാസന്ധൻ ജയിച്ചാൽ, അല്ലെങ്കിൽ അവൻ എന്നെ തട്ടിക്കൊണ്ടു പോയാൽ ഞാൻ ഗിരിവൃജയിൽ അടിമയായി കഴിയണ്ടേ കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു ശരിയാണ്. ദ്രൗപദി പറഞ്ഞു ശരിയാണെന്നോ? ശരിയാണെന്നോ? നിങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ കൃഷ്ണ? നിങ്ങൾ മത്സരിക്കുന്നില്ല. നിങ്ങൾ മത്സരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ജയിച്ചെന്നെ സ്വന്തമാക്കിയേനെ. എന്റെ സഹോദരനെ നിങ്ങളെ അടിമയാക്കി ദ്രോണരുടെ അടുക്കലേക്ക് വിട്ടു. ഞങ്ങളുടെ കൊടും ശത്രുവാണ് ദ്രോണരെന്നറിയാം. ദ്രോണരെ വധിക്കാനുള്ള കരുത്തുള്ള ആളെ തേടിയാണ് ഞാൻ വിവാഹത്തിന് പോലും നിൽക്കുന്നത്. ആ ദ്രോണരുടെ അടുക്കലേക്ക് എന്റെ സഹോദരൻ ശിഖണ്ഡിയെ വിട്ട് അവൻ ഇന്ന് ദ്രോണരുടെ അടിമയായി മാറി. അവൻ നിങ്ങളുടെയും ദ്രോണരുടെയും അടിമയാണെന്ന്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അവനെ ഹൃദയം തകർന്ന നിലയിലാണ് ഞാൻ കണ്ടെത്തിയത്. ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. ഞാൻ അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ ധീരനാണ്. അവന്റെ പേരിൽ നിങ്ങൾക്ക് ഭാവിയിൽ അഭിമാനിക്കാം. അപ്പോൾ പറഞ്ഞു, അവന്റെ ഹൃദയം തകർന്നെങ്കിൽ അങ്ങ് തകരട്ടെ. അതിലും വലിയ തകർച്ചയാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. കൃഷ്ണ, നിങ്ങള് ഞങ്ങളുടെ ശത്രുക്കളായിരുന്ന കൗരവരുമായി സൗഹൃദത്തിലെത്തി. എന്നിട്ട് അവരിൽ നിന്ന് സമ്മാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പുഷ്കര തീർത്ഥം തിരികെ വാങ്ങി. എന്നിട്ട് ദുര്യോധനനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് അവർക്ക് വാക്കുകൊടുത്തു. ആ ദുര്യോധനനെ എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പറഞ്ഞു വിട്ടു അല്ലേ? ശകുനിയെയും നിങ്ങൾ പറഞ്ഞു വിട്ടു. ഞാൻ കേട്ടിട്ടുണ്ട് നാടോടികൾ പാടി നടക്കുന്നത്, നാടൻ പാട്ടുകൾ പാടി നടക്കുന്നു. കൃഷ്ണ, നിന്നെക്കുറിച്ച് പാട്ടുപാടി നാടോടികൾ ഇതുവഴി പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവര് പറയുന്നു, ഗോപികമാരെ നീ വഞ്ചിച്ചവനാണ്. നീ ഗോപികമാരെ വഞ്ചിച്ചതുപോലെ എന്നെയും വഞ്ചിച്ചു, ഞങ്ങളെയും വഞ്ചിച്ചു. സത്രാജിത്ത് വല്ലാതെ പതറി. സത്രാജിത്ത് വിചാരിച്ചു കൃഷ്ണൻ കോപിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ദ്രൗപദിയോട് പറഞ്ഞു, പുരുഷന്റെ കുത്തുവാക്കുകൾക്ക് കൃഷ്ണൻ അപ്പോൾ മറുപടി കൊടുക്കും. പക്ഷേ സ്ത്രീയുടെ കുത്തുവാക്ക് എന്നെ വേദനിപ്പിക്കുന്നു. അതും ഞാൻ സഹോദരിയായി കരുതുന്ന നിന്റെ കയ്യിൽ നിന്നുണ്ടായ കുത്തുവാക്ക്. നോക്കൂ, നിങ്ങളുടെ അച്ഛനും നിന്റെ അച്ഛനും നിങ്ങളും എന്നെ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചപ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. ഈ ലോകത്തിന്റെ ഗതി മുഴുവൻ നിങ്ങളോടൊപ്പം നിന്ന് മാറ്റിമറിക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ വിജയിച്ചു എന്ന് കരുതി. പക്ഷേ ഞാൻ പരാജയപ്പെട്ടു പോയി. നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമില്ല. ഇനി 2 രാത്രിയും 1 പകലും മാത്രമാണുള്ളത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണൻ കണ്ണുകൾ അടച്ചു, കൈകൊണ്ട് മുഖം പൊത്തി. പെട്ടെന്ന് കൃഷ്ണൻ തന്റെ കൈകൾ എടുത്തിട്ട് പറഞ്ഞു, ദ്രൗപദി, നിനക്കെന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? അപ്പോൾ പറഞ്ഞു, നോക്കൂ, നിങ്ങളിപ്പോൾ സ്വയംവരം എന്ന കുരുക്കിലൂടെ ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്തവരെ തെരഞ്ഞെടുക്കാൻ ഇടയാക്കി വെച്ചിരിക്കുകയല്ലേ? കൃഷ്ണൻ പറഞ്ഞു, ദ്രൗപദി, ഞാൻ വസുദേവ കൃഷ്ണൻ പറയുന്നു, നിനക്ക് ഇവിടെ വന്നിരിക്കുന്നവരിൽ ആരെ വേണം വിവാഹം കഴിക്കാൻ ആഗ്രഹം, അവരെ നിനക്ക് കിട്ടിയിരിക്കും. അത് സ്വയംവരത്തിലൂടെയാണെങ്കിലും സ്വയംവരത്തിലൂടെ അല്ലെങ്കിലും നീ പറഞ്ഞുകൊള്ളൂ. നിനക്കാരെ വേണം? വസുദേവ കൃഷ്ണൻ നിന്നെ ചതിക്കാൻ വന്നതല്ല. ദ്രൗപദി ഒന്ന് പതറി. വല്ലാത്ത വാക്കുകളാണ് കൃഷ്ണൻ്റെത്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, എനിക്കിഷ്ടം നിന്നെ വിവാഹം കഴിക്കാനാണ് കൃഷ്ണ. പക്ഷേ നീ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. പകരം കൃഷ്ണ, എനിക്ക് വാക്ക് തരണം. എനിക്കൊരു യോദ്ധാവിനെ വേണം. ദ്രോണരെ വധിക്കാൻ കെൽപ്പുള്ള യോദ്ധാവ്. ദ്രോണരെ വധിക്കുക എൻ്റെ ജീവിതാഭിലാഷമാണ്. അതിന് കെൽപ്പുള്ള ഒരു യോദ്ധാവിനെ ഈ സ്വയംവരത്തിൽ നിന്ന് നീ എനിക്ക് കണ്ടെത്തി തരണം. പറ്റുമോ കൃഷ്ണ? നിനക്ക് പറ്റുമോ കൃഷ്ണ? കൃഷ്ണൻ
ദ്രൗപദിയുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് കൃഷ്ണൻ പറഞ്ഞു, ദ്രൗപദി, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ദ്രോണരെ കീഴടക്കണം, അതല്ലേ നിനക്ക് വേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ദ്രോണരെ കീഴടക്കി തരാം, പക്ഷേ യുദ്ധത്തിലൂടെയല്ല. യുദ്ധമില്ലാതെ ഞാൻ ദ്രോണരെ കീഴടക്കി തന്നാലോ? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, എന്താണ് കൃഷ്ണ ഈ പറയുന്നത്? യുദ്ധം ചെയ്യാതെ എങ്ങനെയാണ് ദ്രോണരെ കീഴടക്കാൻ പറ്റുന്നത്? പറ്റും ദ്രൗപദി, പറ്റും. അതിനു മുമ്പ് ഞാൻ ഒന്നും കൂടെ ചോദിക്കട്ടെ, മത്സരത്തിൽ ആര് ജയിച്ച് നിന്നെ താലി കെട്ടിയാലും നിന്റെ ജീവിതം നീ അവർക്ക് വേണ്ടി സമർപ്പിക്കുമോ? ദ്രൗപദി പറഞ്ഞു, നിശ്ചയമായും. അങ്ങനെയാണെങ്കിൽ ദ്രൗപദി, ധർമ്മത്തിന്റെ മാർഗമുണ്ട്. ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ ഞാൻ ദ്രോണരെ നിനക്ക് കീഴടക്കി തരാം. നിന്റെ മുന്നിൽ ദ്രോണർ കീഴടങ്ങും. എന്നിട്ട് പറഞ്ഞു, ദ്രൗപദി, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ അങ്ങേയറ്റം സുന്ദരിയാണ്, പക്ഷേ നീ ഹാപ്പിയാണോ? ഞാനാകട്ടെ, ദേ നോക്കൂ, കറുമ്പനാണ്, നീലമേഘത്തിന്റെ നിറമുള്ളവനാണ്. എന്നിട്ടും ഞാൻ എന്തുമാത്രം സന്തോഷവാനാണ്. കാരണം ഞാൻ ധർമ്മത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, നീ ധർമ്മത്തിന്റെ മാർഗത്തിലല്ല. നീ ഒരു രാജ്ഞിയാണ്, പക്ഷേ ഞാനാകട്ടെ വെറും ഒരു ആട്ടിടയനാണ്. രാജ്ഞിയായ നിനക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടോ ദ്രൗപദി? ഇല്ല. പക്ഷേ ആട്ടിടയനായ ഞാനാകട്ടെ എന്നും സന്തോഷമാണ്. കാരണം ദ്രൗപദി, നിന്റെ മനസ്സ് നിറയെ പകയാണ്. ഈ പക തന്നെയാണ് നിന്റെ സന്തോഷമില്ലായ്മയ്ക്ക് കാരണം. ധർമ്മത്തിനെതിരാണ് പക എന്ന് പറയുന്നത്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, എനിക്ക് വേണ്ടത് ദ്രോണരെ കൊല്ലുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ദ്രോണർ യുദ്ധത്തിൽ തോറ്റാൽ ആ ശരീരം മാത്രമേ പോവുകയുള്ളൂ. ആ ആത്മാവിലും നിങ്ങളോടുള്ള പകയും വിദ്വേഷവും എല്ലാം ഉണ്ടായിരിക്കും. നോക്കൂ ദ്രൗപദി, അതേസമയം ഞാൻ പറയുന്ന മാർഗത്തിലൂടെ പോയാൽ ദ്രോണാചാര്യര് ശരീരം കൊണ്ട് മാത്രമല്ല തോക്കുന്നത്, ദ്രോണരുടെ അഹന്ത നശിക്കും, നിങ്ങളോടുള്ള കോപം നശിക്കും, നിങ്ങളോടുള്ള വെറുപ്പ് നശിക്കും. അങ്ങനെ ഒരു മനുഷ്യനിൽ നമ്മളോടുള്ള എതിർപ്പും കോപവും അഹന്തയും സർവ്വതും നശിപ്പിച്ച് അവൻ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ തോൽക്കുകയും നമ്മൾ ജയിക്കുകയും ചെയ്യുന്നത്. ദ്രൗപദി, നീ പറയുന്നത് പോലെ ദ്രോണരെ നമ്മൾ കൊല്ലുകയാണെങ്കിൽ അപ്പോഴും ദ്രോണർ ജയിക്കും. കാരണം ദ്രോണരിലെ പകയടക്കാൻ നിനക്ക് കഴിയില്ല, ദേഹം മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ജരാസന്ധനെ നീ ഭയപ്പെടണ്ട, അയാൾക്കിപ്പോൾ പഴയതുപോലെ പറ്റില്ല, പ്രായം ഒരു തടസ്സമാണ്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, യാദവ അതിരഥന്മാരുടെയും എന്റെയും ശവത്തിൽ ചവിട്ടി മാത്രമേ ദ്രൗപദി നിന്നെ കൊണ്ടുപോകാൻ പറ്റൂ. വസുദേവ കൃഷ്ണൻ നിനക്ക് വാക്ക് തരുന്നു, ഞാനും യാദവരിലെ മിടുക്കരായ അതിരഥന്മാരും ഉള്ളിടത്തോളം കാലം ജരാസന്ധൻ ഒരിക്കലും നിന്റെ ശരീരത്ത് സ്പർശിക്കുകയില്ല. ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടി മാത്രമേ സ്പർശിക്കുകയുള്ളൂ. അത് അസാധ്യമാണ് ദ്രൗപദി. നീ ധീരന്റെ ഭാര്യയാകണം, അതാണ് എൻ്റെ ആഗ്രഹം. നീ ധീരന്മാരായ മക്കളുടെ അമ്മയാകണം, അതിശക്തിയായ രാജ്ഞിയായിട്ട് മാറണം. ദ്രൗപദി, നീ എന്നോട് നേരത്തെ പറഞ്ഞു, ദുര്യോധനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി കൗരവരുമായി ഒത്തുതീർപ്പിലെത്തി പുഷ്കര തീർത്ഥം തിരിച്ചു വാങ്ങിയെന്ന് കേട്ടോളൂ. ദുര്യോധനന്റെ ഭാര്യയായ ഭാനുമതിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ദുര്യോധനൻ ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന്. ദ്രൗപദി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ദ്രൗപദി പറഞ്ഞു, എന്താണങ്ങ് പറയുന്നത്? അതേ ദ്രൗപദി, ഞാൻ ഭാനുമതിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു കാരണവശാലും നിന്നെ ദുര്യോധനൻ കെട്ടുകയില്ല. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, അശ്വത്ഥാമാവ് നിന്നെ കാണാൻ വരാൻ അനുവദിക്കണം. അവനിൽ നിന്ന് നീ ഒരു ഉറപ്പ് വാങ്ങണം, ദ്രോണർ കുരുക്ഷേത്രം വിട്ടു പോകരുത്. നീ എങ്ങോട്ട് പോയാലും അങ്ങോട്ടേക്ക് ചെന്നാലും
ദ്രോണർ ഒരു കാരണവശാലും കുരുക്ഷേത്രമല്ല കൗരവരെ വിട്ടുപോകരുത്, ആ ഉറപ്പ് അശ്വത്ഥാമാവ് വാങ്ങിക്കണം. അപ്പൊ ദ്രൗപദി കൃഷ്ണനെ പകച്ചു നോക്കി. കൃഷ്ണ, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല കൃഷ്ണ. നീ ദുര്യോധനനെ എൻ്റെ അടുക്കലേക്ക് കാണാൻ പറഞ്ഞു വിടുന്നു, അതേസമയം നീ ദുര്യോധനന്റെ ഭാര്യയ്ക്ക് വാക്കു കൊടുക്കുന്നു, ഒരു കാരണവശാലും ദുര്യോധനൻ എന്നെ വിവാഹം കഴിക്കില്ല എന്ന്. അതേ സമയത്ത് തന്നെ നീ അശ്വത്ഥാമാവിനെ എൻ്റെ അടുക്കലേക്ക് വിടുന്നു, എന്നിട്ട് പറയുന്നു ദ്രോണർ ഒരു കാരണവശാലും കൗരവ വംശം വിട്ടുപോകില്ല എന്ന്. അതേ കൃഷ്ണൻ തന്നെ പറയുന്നു ദ്രോണരെ ഞാൻ പൂർണ്ണമായും നിന്റെ മുന്നിൽ കീഴടക്കി തരാമെന്ന്. കൃഷ്ണ, എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് നീ പറയുന്ന ധർമ്മത്തിന്റെ സ്വരൂപം, നിന്റെ യഥാർത്ഥ മുഖം എന്താണ് കൃഷ്ണ? കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അത് നിനക്ക് ഇഷ്ടമുള്ളത് വിചാരിച്ചുകൊള്ളൂ ദ്രൗപദി. ഒറ്റ കാര്യം, എന്നെ വിശ്വസിക്കുക, പൂർണ്ണമായും എന്നെ വിശ്വസിക്കുക. നിനക്കെന്നെ വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു കൃഷ്ണ. എൻ്റെ ഇതുവരെയുള്ള തെറ്റിദ്ധാരണകൾ മാറി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അശ്വത്ഥാമാവിനെ നീ കാണുമോ? കാണും. അശ്വത്ഥാമാവിൽ നിന്ന് നീ ഉറപ്പ് വാങ്ങിക്കുമോ? വാങ്ങിക്കും. പക്ഷെ ഈ ഉറപ്പ് എന്തിനാണ് കൃഷ്ണ? ഉണ്ട് ദ്രൗപദി, ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം. അപ്പോൾ ഞാൻ പോകട്ടെ ദ്രൗപദി. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അങ്ങനെ ആകട്ടെ. ദ്രൗപദിയുടെ മനസ്സൊന്ന് ശാന്തമായി. അങ്ങനെ കൃഷ്ണൻ നടന്നു. കൃഷ്ണൻ നടന്ന് വാതിൽക്കലെത്തിയതും ദ്രൗപദി വിളിച്ചു, ഗോവിന്ദ. കൃഷ്ണൻ അമ്പരന്നു പോയി. നിന്ന കൃഷ്ണൻ പതുക്കെ തൻ്റെ ശിരസ്സൊന്ന് ചരിച്ചു നോക്കി. ഗോവിന്ദ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും മാത്രം വിളിക്കുന്ന പദം. അതേ, വൃന്ദാവനത്തിലെ ഗോപന്മാരും ഗോപികമാരും മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പദം. അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് ദ്രൗപദി ഒരിക്കൽ കൂടി വിളിച്ചു, ഗോവിന്ദ. അപ്പോൾ കൃഷ്ണൻ തിരിഞ്ഞു നിന്നു. കൃഷ്ണൻ ദ്രൗപദിയെ വിളിച്ചു, കൃഷ്ണേ, കൃഷ്ണ. അതേ, അപ്പോൾ ദ്രൗപദി ഒന്നുകൂടി അമ്പരന്നു പോയി. കാരണം ഏറ്റവും പ്രിയപ്പെട്ടവര് മാത്രമേ ദ്രൗപദിയെ കൃഷ്ണേ എന്ന് വിളിക്കാറുള്ളൂ. അപ്പൊ കൃഷ്ണൻ നടന്ന് ദ്രൗപദിയുടെ അടുക്കലേക്ക് ചെന്നു. ചെന്നിട്ട് കൃഷ്ണൻ ചോദിച്ചു, എന്താ കൃഷ്ണേ, എന്താ കൃഷ്ണേ? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, ഗോവിന്ദ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ചോദിക്കൂ. ഈ കൃഷ്ണൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്താണ് ദ്രൗപദിക്ക് അറിയേണ്ടത്? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, ഗോവിന്ദ, ആരാണീ രാധ? ആരാണീ രാധ? രാധ ഗോവിന്ദന്റെ ആരാണ്? ആരാണ് ഗോവിന്ദ? രാധ ആരാണ്? രാധ ആരാണ്? രാധ ആരാണ്? രാധ ആരാണ്? ആ അന്തരീക്ഷം മുഴുവൻ അലയടിക്കാൻ തുടങ്ങി. ആരാണ് രാധ? ആരാണ് രാധ? ആരാണ് രാധ? ഗോവിന്ദൻ പകച്ചു നിൽക്കുകയാണ്. അതേ, ദ്രൗപദി ഗോവിന്ദന്റെ കണ്ണുകളിലേക്ക് കണ്ണും നട്ട് നിൽക്കുകയാണ് ഉത്തരം കേൾക്കാൻ. ആരാണ് രാധ? ഗോവിന്ദ, ഗോവിന്ദ. ആരാണ് രാധ? ഗോവിന്ദന്റെ ആരാണ് രാധ? രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.